റസ്മിനെ ശരിക്കും പുറത്താക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ ജാസ്മിന് കംപ്ലൈന്റ് ഇല്ലാത്തതിനാൽ റസ്മിനെ പുറത്താക്കിയില്ല ബിഗ് ബോസ്. ലാലേട്ടൻ പക്ഷെ ഇന്ന് വരുമ്പോൾ പൊരിക്കുന്നത് റസ്മിനെ തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേ എന്നുള്ളത് എന്തായാലും ലാലേട്ടൻ റസ്മിനോട് ചോദിക്കും. പണിഷ്മെന്റ് ആയിട്ട് ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ റസ്മിന് യെല്ലോ കാർഡ് തന്നെ കൊടുക്കേണ്ടതാണ്. അത് കൂടാതെ തന്നെ ഡയറക്റ്റ് നോമിനേഷനിലും ഇടേണ്ടതാണ്. അങ്ങനെ അഭിഷേക് ശ്രീകുമാറിനെ സായിനെ ഒക്കെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്തായാലും അപ്പൊ പുറത്താക്കിയില്ല. പക്ഷെ അപ്പൊ തന്നെ പവർ റൂമിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ അതൊക്കെ അടിപൊളിയായേനെ. ബിഗ് ബോസ് അതും ചെയ്തില്ല. ഇത്രയും തെറ്റ് ചെയ്ത റസ്മിൻ പവർ റൂമിൽ ഇരിക്കുകയും ജാസ്മിനെ അത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും റസ്മിൻ അവിടെ ജാസ്മിനെ വിടാൻ ഒരിക്കലും അവരുടെ കൂടെ കൂട്ടു നിൽക്കരുതായിരുന്നു. ടാസ്ക് കുളമാക്കിയതിന് അപ്സരേനെയൊക്കെ വേണമെങ്കിൽ ജയിലിലേക്ക് വിടാമായിരുന്നു. ജാസ്മിനോടുള്ള വൈരാഗ്യം കാരണമാണ് അപ്പൊ അൻസിബ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ പറഞ്ഞത്. അഭിഷേക് പിന്നെ അതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുകയും ചെയ്യും. ഇവർ ഈ ചെയ്യുന്നതൊക്കെ എന്തായാലും ജാസ്മിൻ ഇപ്പോൾ പുറത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ജയിലിലേക്ക് വിട്ട കാര്യമൊക്കെ ലാലേട്ടൻ ചോദിക്കുമോ എന്ന് കണ്ടറിയാം. പലതും ചോദിക്കില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. റസ്മിനോട് ദേഷ്യം കുറയ്ക്കണമെന്ന് ബിഗ് ബോസ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും അപ്പൊ അതിന് തക്കതായ ഒരു ശിക്ഷ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റസ്മിന് എന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?